ഹായ്, ഗുഡ് മോർണിംഗ്. ഓം ശ്രീ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. നമ്മൾ ഭഗവത്ഗീത ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്ന് അതിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പേരും അതിലെന്താണ് വരുന്നതെന്ന് വളരെ ചെറുതായിട്ട് 1-2 സെൻറ്റൻസിലൊന്ന് പറഞ്ഞു തരാം. അതിനുശേഷം വീണ്ടും മംഗളശ്ലോകങ്ങളുണ്ട്. അതിനുശേഷമാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഭഗവത്ഗീത 18 അധ്യായങ്ങളിലായിട്ടാണ് വിവരിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എല്ലാ ചാപ്റ്റേഴ്സും പേര് യോഗം എന്നാണ് അവസാനിക്കുക. അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ എന്നാണ്. അപ്പോൾ ഭഗവാനുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നടത്തുകയാണ്. ഭഗവാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഭഗവാന്റെ ഒരു മരുന്നാണ്, അർജുനന് കൊടുത്ത ഒരു മരുന്നാണ് ശരിക്കും ഈ ഭഗവത്ഗീത. ആ മരുന്ന് കഴിച്ചതിന് ശേഷം അർജുനൻ്റെ ഉണർവും തൻ്റെ കർമ്മത്തെ പറ്റിയിട്ടുള്ള ഒരു ജ്ഞാനം അർജുനന് ലഭിക്കുന്നതും ആ കർമ്മത്തിലേക്ക് വളരെ ഉത്സാഹത്തോടു കൂടി അർജുനൻ പ്രവേശിക്കുന്നതൊക്കെയാണ് നമ്മൾ വിവരിച്ചത്. അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. പക്ഷെ ഇവിടെ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് അർജുന വിഷാദയോഗമാണ്. അർജുനൻ തേര് സൈന്യങ്ങൾക്കിടയിൽ നിർത്തിയിട്ട് ചുറ്റുപാടും നോക്കിയപ്പോൾ ബന്ധുജനങ്ങളെയൊക്കെ കണ്ടപ്പം, അയ്യോ ഇവരെല്ലാവരും എൻ്റെ ബന്ധുക്കളാണല്ലോ, ഞാൻ എങ്ങനെ ഇവരെ വധിക്കുക എന്നും പറഞ്ഞ് അമ്പും വില്ലൊക്കെ താഴെ വെച്ച് വിഷാദിച്ച് ഇരിക്കുകയാണ്. ആ സമയത്ത് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അപ്പം അങ്ങനെ വിഷാദിച്ചിരിക്കുന്ന ഒരു ഇതിനെയാണ് അർജുന വിഷാദയോഗം എന്ന് പറയണത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ്റെ വിഷാദം തന്നെയാണ് വിവരിക്കുന്നത്. നമ്മൾക്ക് ജീവിതത്തിൻ്റെ കർമ്മക്ഷേത്രത്തിൽ, യുദ്ധക്ഷേത്രമല്ല, ജീവിതത്തിൻ്റെ കർമ്മക്ഷേത്രത്തിൽ എല്ലാതും സ്വന്തമാക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സന്മനസ്സും കാണാം. ബന്ധുക്കളെ എങ്ങനെയാണ് കൊല്ലുക എന്നല്ലേ ചോദിച്ചത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും എന്നുള്ള മാതിരിയാണ് ഈ അധ്യായം പോകുന്നത്. ആദ്യം ഇതിൻ്റെ പ്രശ്നങ്ങളെ വിവരിക്കുകയാണ്. രണ്ടാം അധ്യായത്തിൻ്റെ പേര് സാംഖ്യയോഗം എന്നാണ്. അപ്പോൾ സാംഖ്യയോഗം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. തത്വവിചാരം എന്താണ്, ആ തത്വവിചാരത്തിലേക്ക് എത്താൻ നമ്മൾക്ക് ഹൃദയം ശുദ്ധീകരിക്കണം. അതെങ്ങനെ പറ്റും, പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഹൃദയം എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതാണ് വിവരിക്കുന്നത്. സ്വന്തം ധർമ്മം നമ്മൾ ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്യാതെ ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അപ്പോൾ സ്വന്തം ധർമ്മം ചെയ്യാതിരുന്നാലുള്ള മാനഹാനി, മരണത്തെക്കുറിച്ച് ചർച്ച, സ്ഥിതപ്രജ്ഞ എന്നുള്ള വിഷയങ്ങൾ, ഇതൊക്കെയാണ് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് കർമ്മയോഗം എന്നാണ്. അവിടെ ചൈതന്യാംശത്തെ മറയ്ക്കുന്ന രാഗദ്വേഷങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുകയാണ്. അപ്പോൾ കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ആത്മജ്ഞാനത്തിലേക്ക് പോകുന്നതല്ലേ നല്ലത് എന്ന് അർജുനനൊരു സംശയം. എന്തിനാണ് ഇങ്ങനെ ഇവരെയൊക്കെ കൊല്ലുന്നത്, നേരെ ആത്മജ്ഞാനത്തിലേക്ക് പോയിക്കൂടെയെന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഈ കർമ്മയോഗത്തിൽ വിവരിക്കുന്നത്. ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ സംശയം കൂടാതെ, യാതൊരു സംശയവും ഇല്ലാതെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, ശ്രേയസ് കിട്ടത്തക്ക വിധത്തിൽ കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരു ഉത്തേജനം നൽകുകയാണ് ഈ അധ്യായത്തിൽ, മൂന്നാമത്തെ അധ്യായത്തിൽ. നാലാമത്തെ അധ്യായം ജ്ഞാനകർമ്മ വിഭാഗയോഗമാണ്. ഇതിൽ ജ്ഞാനകർമ്മങ്ങൾ പരസ്പരം, ജ്ഞാനവും കർമ്മവും പരസ്പരം പൂരകങ്ങളാണ്. അപ്പം ജ്ഞാനിയായതിന് ശേഷം നമ്മൾ കർമ്മം തുടരാതിരിക്കുകയും ചെയ്യാം. അത് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാം. അപ്പം ജ്ഞാനയോഗം എന്നും ജ്ഞാനകർമ്മ സന്യാസയോഗം എന്നും ഈ അധ്യായത്തിനെ പറയുന്നുണ്ട്. ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം കർമ്മരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിനെ കർമ്മം കൊണ്ട് വളർത്തിയെടുക്കാൻ എങ്ങനെ തയ്യാറാവാം എന്നാണ് ഇതിൽ ഉപദേശിക്കുന്നത്. അഞ്ചാമത്തെ അധ്യായം സന്യാസയോഗമാണ്. ഇതിൽ ചിത്തശുദ്ധിക്ക് ആവശ്യമായിട്ടുള്ള കർമ്മം കൊണ്ട് അലസനായിരിക്കുന്ന ഒരാളെ തമോ ഗുണത്തിൽ നിന്ന് ഉയർത്തി
കർമ്മോന്മുഖനാക്കി മാറ്റുകയാണ്. അതിൽ നിന്ന് നിഷ്കാമകർമ്മത്തിൻ്റെ പാതയിലേക്ക് നയിക്കുക, ആധ്യാത്മജ്ഞാനത്തിനുള്ള പാത വഴി തെളിയിക്കുക. ഇതൊക്കെയാണ് ഈ കർമ്മസന്യാസ യോഗത്തിലെ വിഷയം വരുന്നത്. ഇനി 6ാമത്തെ ചാപ്റ്ററാണ് ആത്മസംയമ യോഗം എന്നാണ് പേര്. ആത്മസംയമനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഘട്ടങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലേശകരമാണ്, വളരെ ക്ലേശകരമാണ്. എന്നാലും മനസ്സിനെ ചൈതന്യത്തിൽ ഉറപ്പിച്ച് ധ്യാനമാണ് ഇതിന് സഹായിക്കുന്ന ഒരു ഘടകം. നമ്മുടെ ദൗർബല്യങ്ങളെയൊക്കെ മാറ്റിയിട്ട് ബലമാർജിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ഉപായത്തെക്കുറിച്ചാണ് ഈ 6ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. 7ാമത്തെ അധ്യായം ജ്ഞാനയോഗമാണ്. ജ്ഞാനമാർഗത്തിനെക്കുറിച്ച് ഒരു വിവരണം കൊടുത്തതിന് ശേഷം, ഒരു ഉപദേശം കൊടുത്തതിന് ശേഷം വിജ്ഞാനത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് വിവരിക്കുകയാണ്. ഇതിനെ വിജ്ഞാനയോഗം എന്നും പറയുന്നുണ്ട്. 8ാമത്തെ അധ്യായം താരക ബ്രഹ്മയോഗം എന്നാണ് അറിയുന്നത്. കർമ്മം, അധ്യാത്മം, അധിഭൂതം എന്നിവയൊക്കെ വിവരിച്ച് അക്ഷരബ്രഹ്മം എന്താണെന്ന് തുറന്നു കാട്ടുകയാണ് ഇതിൽ ചെയ്യുന്നത്. ബ്രഹ്മം എന്താണെന്ന് അറിയുന്നവർക്ക് എല്ലാം അറിയാൻ പറ്റും. ഈ പ്രപഞ്ചം മുഴുവനായിട്ടും ബ്രഹ്മത്തിൽ ആരോപിതമാണ് എന്ന തത്വം മനസ്സിലാക്കി കൊടുക്കാനാണ്, ആ ബ്രഹ്മത്തെ വിവരിക്കുകയാണ്. ആ അധ്യായത്തെ താരക ബ്രഹ്മയോഗം എന്നും അക്ഷരബ്രഹ്മയോഗം എന്നും പറയും. അടുത്തത് 9ാമത്തെ ചാപ്റ്ററാണ് രാജഗുഹ്യയോഗം എന്നാണ് പേര്. രാജാതിരാജനെപ്പോൾ ശ്രേഷ്ഠവും അത്യന്തം ഗുഹ്യവുമായ ആത്മവിദ്യയെ വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ. ഇനി 10ാം അധ്യായം വിഭൂതി യോഗമാണ്. ചൈതന്യത്തിൻ്റെ വ്യക്തമായ വിഭൂതികൾ എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിച്ച് തന്നിലുള്ള ശക്തിയെയും വിശേഷത്തെയും എല്ലാ സ്ഥലത്തും സർവ്വസ്ഥലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന വ്യാപനത്തെയും ഒക്കെ പറ്റി വിവരിക്കുന്നതാണ് 10ാമത്തെ അധ്യായം. ഇനി 11ാമത്തെ അധ്യായം വിശ്വരൂപ ദർശന യോഗമാണ്. ഈ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ബ്രഹ്മമാണല്ലോ. അപ്പോൾ അതിനെ ദൃഷ്ടാന്തങ്ങളിലൂടെ ഉദാഹരണസഹിതം വ്യക്തമാക്കുകയാണ് ഈ വിശ്വരൂപ ദർശന യോഗം എന്നുള്ള 11ാമത്തെ അധ്യായത്തിൽ. ഏകത്വത്തിലെ നാനാത്വം വിവരിക്കുന്നു. അത് പ്രത്യക്ഷീഭവമായിട്ട്, അതായത് നമ്മൾക്ക് വിവരിച്ചു തരുന്നു, അതിൻ്റെ തെളിവ് കാണിച്ചു തരുന്നു. 12ാം അധ്യായം ഭക്തിയോഗമാണ്. ഭഗവാനെ ഭജിക്കുന്നതിലൂടെ നിർഗുണബ്രഹ്മത്തിൽ എങ്ങനെ എത്തിച്ചേരാം എന്നതിന് നമ്മളെ ഒരുക്കിയെടുക്കുന്നത് ആണ് ഈ 12ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 13ാമത്തെ അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്നാണ്. ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം, പ്രകൃതിപുരുഷൻ എന്നീ തത്വങ്ങൾ വിവരിക്കുന്നതാണ് ഈ അധ്യായം. ഇനി 14ാമത്തെ അധ്യായം, ഇത് ഗുണത്രയ വിഭാഗ യോഗമാണ്. നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഗുണങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് എന്നതാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. 15ാം അധ്യായം പുരുഷോത്തമ യോഗമാണ്. ലോകത്തിലെ ക്ഷരം, അക്ഷരം എന്നീ 2 തരത്തിലുള്ള പുരുഷന്മാരുണ്ട്. ഭൂതജാലങ്ങളെല്ലാം ക്ഷരമാണ്, കൂടസ്ഥ ചൈതന്യം അക്ഷരമാണ്, മറ്റൊന്ന് പരമാത്മാവായിട്ടുള്ള ഉത്തമ പുരുഷനും. അപ്പോൾ ഇതിനെ എല്ലാറ്റിനെയും വിവരിക്കുകയാണ്. ഉത്തമ പുരുഷനെ ഇത് ക്ഷരത്തിനും അക്ഷരത്തിനും അതീതമായിട്ട് നിൽക്കുന്നതാണ് ഉത്തമ പുരുഷൻ. ആ ചൈതന്യത്തെ വിവരിക്കുന്നതാണ് ഈ അധ്യായം. 16ാമത്തെ അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്നാണ് അറിയുന്നത്. അതിൽ അസുരജന്മത്തെയും ദൈവജന്മത്തെയും വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സദാചാരൻ്റെയും ദുരാചാരൻ്റെയും മാനസികമായിട്ടുള്ള ഘടനകളെ വിവരിക്കുന്നുണ്ട്.
അവിദ്യ അകറ്റിയിട്ട് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ അസുരയോനിയിലായിരിക്കും നമ്മുടെ അടുത്ത ജന്മം എന്നാണ് ഇതിൽ പറയുന്നത്. 17-ാമത്തെ അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം എന്നാണ് അറിയുന്നത്. ഇത് ഒരു സാധകനെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു പങ്കാണ് ഇതിൽ വിവരിക്കുന്നത്. ഇതിൽ ഓം, തത്, സത് എന്നിവ വിവരിച്ച് ഒരു മനുഷ്യനെ സാത്വിക ശ്രദ്ധയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീതയിലെ 18-ാമത്തെ അധ്യായം മോക്ഷസന്യാസ യോഗമാണ്. ഇതിൽ സന്യാസവും ത്യാഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ഒരു അർജുനൻ്റെ ഒരു ചോദ്യത്തിന് കർമ്മത്യാഗം എന്ന് പറയുന്നത് സന്യാസമാണെന്നും ഫലേച്ഛയിൽ വെടിയലാണ് ത്യാഗമെന്നും ഭഗവാൻ വിശദീകരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഇതിനെ സംക്ഷിപ്ത ഗീത എന്നും പറയുന്നുണ്ട്. സ്വന്തമായിട്ട് നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ച് അഹന്താസങ്കല്പങ്ങളെയൊക്കെ സന്യസിക്കുക, അതായത് അതിനെയൊക്കെ ഉപേക്ഷിച്ച് യഥാർത്ഥ മോക്ഷസന്യാസി ആയി നമ്മൾ മാറുക എന്നുള്ളതാണ് ഇതിലെ തത്വം വരുന്നത്. എല്ലാം എന്നിൽ സമർപ്പിക്കുക എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എല്ലാം എന്നിൽ സമർപ്പിക്കുക, ഞാൻ തന്നെയാണ് എല്ലാം എന്നുള്ള തത്വം അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ 18-ാമത്തെ അധ്യായം. അപ്പോൾ ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുന്നേ അതിൻ്റെ ഈ അധ്യായങ്ങളുടെ പേരുകൾ നമുക്കറിയണം. ഇനി നമ്മൾ ഓരോ ദിവസം വായിക്കുമ്പോഴും അതിൻ്റെ ഹെഡിങ് പറയും. എന്നാലും അതിൽ എന്താണ് വരുന്നത് എന്നുള്ളത് വളരെ ചുരുക്കിയിട്ട് പറഞ്ഞതാണ് ഇന്ന്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.